ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാളായാലേ നമ്മളൊരു വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കണ്ടിട്ടൊക്കെ. അപ്പോൾ ഒരു സൺഡേ വ്ളോഗ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സൺഡേ ഇൻ മൈ ലൈഫിൽ എന്തൊക്കെ ഞാൻ ചെയ്തു, എവിടെയൊക്കെ പോകുന്നു എന്നുള്ള എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അമ്മ എഴുന്നേറ്റ വഴി ചായ വേണമെന്ന് ചോദിക്കുകയാണ്. ഞാനൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴേക്ക് നിങ്ങൾ ആ ഇൻട്രോ വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ കേട്ടോ. ഇപ്പോൾ ഡിസംബർ ആയിട്ടുള്ളൂ. പുറത്ത് എഴുന്നേറ്റ് വന്ന് നിന്നപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല മഞ്ഞ് മൂടി കിടക്കാം കേട്ടോ. ഇത് വൈകിട്ടാട്ടോ. ഞാൻ ഉച്ചയുറക്കൊന്നും ഉറങ്ങിയായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത്തിരി ടയേർഡായിപ്പോയി. അങ്ങനെ ഒരു ചായ, നിങ്ങളുടെ ചായയുടെ ഗ്ലാസിൻ്റെ ഭംഗി നോക്കണ്ട, അത് നന്നായി ഒന്ന് അരച്ചരച്ച് അതിനുള്ള ലേസർ പ്രിൻ്റ് പോയതാട്ടോ പുറത്തുള്ളത്. അങ്ങനെ ചെറിയൊരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പുറത്ത് മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ആസ്വദിച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. നമുക്ക് അമ്മയുടെ വീട്ടിൽ പോകാണ് കേട്ടോ. സൺഡേ ആകുമ്പോൾ മിക്ക ദിവസവും നമ്മൾ അമ്മ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മാത്രം കുളിക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം, കറണ്ട് ഉണ്ടായിരുന്നില്ല അവിടെ, ഞാൻ വേഗം കുളിച്ച് വന്ന് ഷൂഡ് ഒരു ചടങ്ങാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഷൂഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരെല്ലാവരും റെഡിയായി, എനിക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ സോക്സൊക്കെ ഇട്ട് പതുക്കെ റെഡിയായി തുടങ്ങി. നമ്മുടെ അവിടെ കറണ്ട് ഇല്ലാത്ത കാരണം ഞാൻ കിട്ടിയ ഡ്രസ്സ് എടുത്ത് ഇടുക ചെയ്തേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെരുപ്പ് ഇടുമ്പോൾ നന്നായിട്ട് കുടഞ്ഞു കിട്ടോ. ഞാൻ കാലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് എടുത്ത് കുടയണേ, ഇനി പാമ്പ് കുത്തി മരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പിന്നെ പാടം ഏരിയ ഒക്കെ ആയതുകൊണ്ട് പാമ്പൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറാനും ചാൻസ് ഉണ്ട്, ചെരുപ്പിലൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ഈ സമയമാകുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കുക, നന്നായി കുടഞ്ഞിടുക. ഇരുട്ടത്ത് എനിക്ക് അത്രേ കോസ്റ്റ്യൂം തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ഒരുവിധ ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷൻ ആട്ടോ ബ്രൗൺ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റിലേക്ക് അറിയാനായിട്ട്. അത് സ്റ്റുഡിയോന്ന് എടുത്ത ഡ്രസ്സാട്ടോ. നമ്മൾ നേരെ ലേറ്റ് ആക്കാണ്ട് അച്ഛൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ കസിനെ കൊണ്ടാക്കി തിരിച്ചതേ അമ്മയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ അച്ചാച്ചനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കടി മേടിച്ചുകൊണ്ട് വരുന്ന ഒരു പതിവാണ്. അപ്പോൾ അവിടെ ലാലൂര് സെൻറ്ററിൽ തന്നെ, ലാലൂരിലാട്ടോ വീട്. അപ്പോൾ ലാലൂർ സെൻറ്ററിൽ തന്നെ ഒരു കുഞ്ഞി കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല ചൂട്ടോടെ ഉണ്ടാക്കണ ബജ്ജിയും പരിപ്പടയും നമ്മൾ ഒരു 4 ബജ്ജിയും 3 പരിപ്പടയും മേടിച്ചിട്ടുണ്ട്. 70 രൂപ കേട്ടോ, ഒരെണ്ണത്തിന് 10 രൂപ അങ്ങനെ. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, മനസ്സിന് സമാധാനം കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ ചുറ്റും നല്ല ക്ലൗഡി ആയിട്ട്. പിന്നെ നമ്മൾ എത്തിയ വഴി തന്നെ പരിപ്പടയും ബജ്ജിയൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. പരിപ്പട എണ്ണ കുറവല്ലേ, അതിലെണ്ണ കൂടുതലല്ലേ, ഭയങ്കര എണ്ണ. എൻ്റെ കയ്യില് ഇഷ്ടം പോലെ ഈ എണ്ണയോണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും. അപ്പോൾ അച്ചാച്ചന് ബജ്ജിയും പരിപ്പടയൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആളവിടെ നിന്ന് തിന്നുന്നുണ്ട്. പിന്നെ അമ്മാമ്മയുടെ കാല് നോക്കിയപ്പോൾ ഭയങ്കര നീര്. അപ്പം ഞാൻ പോയിട്ട് ആ മരുന്നെടുത്ത് തേച്ച് കൊടുത്തു. അങ്ങനെ ഷുഗർ പേഷ്യൻസിനൊക്കെ കാലുമ്പോൾ നീര് വരുന്നത് അത്രയും നല്ലതല്ല. അപ്പോൾ അത് വേഗം കുറയ്ക്കണം. അപ്പോൾ ഓയിൽമെൻ്റൊക്കെ എടുത്തിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം ഈ വ്ളോഗ് ഇടുമ്പോഴൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളടുത്തത് നമ്മുടെ ഒരു വാവിൻ്റെ അന്നാണ് പോയത്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ടൊന്ന് തൊഴാമെന്ന് വിചാരിച്ചു. തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നൊസ്റ്റാൾജിക് പ്ലേസ് ആട്ടോ. നമ്മളവിടെ നിന്ന് തൊഴുത് വാവ് വരുമ്പോൾ അവിടെ വീട് വയ്ക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ ഭയങ്കരമായിട്ട് ചെറിയ സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ വലുതാണ്. സൂര്യകാന്തിയുടെ ചെറുതോ എനിക്കറിയാൻ പാടില്ല, അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന്. അവിടെ നിറച്ചും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മാമ്മ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അമ്മാമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഫോട്ടോ എടുക്കാം, വയോ ഒന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മാമ്മ വന്ന് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു തംസപ്പൊക്കെ ഇടുന്നുണ്ട് എൻ്റെ വ്ളോഗിലൊരു പ്രോത്സാഹനമൊക്കെ ആയിട്ട്. പിന്നെ അച്ഛൻ ശബരിമല പോയി വന്നതിൻ്റെ പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു.
മറ്റേ അരവണ ഇഷ്ടമുള്ളവർ ഇല്ലാത്തവരില്ലേ, അരവണ ഇഷ്ടമില്ലാത്തവർ. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാമയും പാപ്പനും എല്ലാവരും എത്തി. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം സംസാരിച്ച് അവർ പുറത്ത് പോയി മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത്. അത് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ആ പരാഗൻസിലേക്ക് ഒരു ദിവസം പോകുന്നുണ്ട്. റൗണ്ടിലുള്ള ഒരു ഷോപ്പാണ് അത്. ഞാൻ പോകുമ്പോൾ ഒരു വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, അവിടുത്തെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വേഗം ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. പുറത്ത് നോക്കിയപ്പോഴേക്കും നല്ല ഇരുട്ടുണ്ടായിരുന്നു. 7 മണിയായപ്പോഴേക്കും ഇരുട്ടങ്ങോട്ട് കയറി നിറഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി നടന്നു. കുറച്ച് നടക്കാണ്ട് കേട്ടോ, കാറ് അപ്പുറത്താണ് നമ്മൾ വെച്ചത്. എന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് എഡിറ്റിങ് പണിയൊക്കെ ഞാൻ തീർത്തു. ഗൈസ്, അപ്പം നമ്മൾ കുഴിമന്തിയിൽ മുട്ട പൊട്ടിച്ചിട്ടാണ് ഞാൻ കഴിക്കണേ. ചിക്കൻ ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ മുട്ട പൊട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞി വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്.